ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു വിപ്നാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചോറ് കൊണ്ട് വട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. റൈസ് വടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി വരുന്ന ചോറുണ്ടെങ്കിൽ ഇതേപോലെയുള്ള നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചോറ്. 1 കപ്പ് ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1/4 കപ്പ് ഉഴുന്ന് വറുത്ത് പൊടിച്ചതാണ്. ഉഴുന്ന് വറുത്തിട്ട് പൊടിച്ചതാണിത് 1/4 കപ്പ്. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. അത് ഉള്ളി എടുത്തിട്ടുണ്ട്, സവാള, ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതേപോലെ 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 10 കുരുമുളക്. ആദ്യം നമുക്ക് ചോറ് അരച്ചെടുക്കാം. ചോറ് അരച്ചെടുക്കുമ്പോൾ കൃത്യമായിട്ട് എത്ര വെള്ളം ആവശ്യമായിട്ട് വരുന്ന എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം അത് ഓരോ ചോറിൻ്റെയും വേവ് അനുസരിച്ചിരിക്കും. നന്നായിട്ട് വെന്തിട്ടുള്ള ചോറാണെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമേ വരില്ല. അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ നമുക്ക് ഈ ചോറ് അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്ന് വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉഴുന്നാണ് ചേർക്കുന്നത്. നമ്മുടെ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട് ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചിട്ട് വട തയ്യാറാക്കുന്ന വീഡിയോസ്. മിക്കതിലും ഞാൻ കണ്ടിട്ടുള്ളത് റൈസ് ഫ്ലോർ, അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ അതൊക്കെ ട്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അരിപ്പൊടിയാണെങ്കിൽ നമുക്ക് വറുത്തിട്ടും വറുക്കാതെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ 1/4 കപ്പാണ് ഉഴുന്ന് വറുത്ത് പൊടിച്ചത് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനായിട്ട് വേണ്ടി വന്നിട്ടില്ല. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ബാക്കി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് വട തയ്യാറാക്കി തുടങ്ങാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി വട റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഓരോ ഉരുളിയായിട്ട് എടുക്കാം. എന്നിട്ട് അത് കയ്യിൽ വെച്ച് ചെറുതായിട്ട് പരത്തി കൊടുക്കാം. എന്നിട്ട് ഉഴുന്ന് വടയുടെ ഷേപ്പിലാക്കിയെടുക്കാം. നടുവിൽ ഒരു ചെറിയ ഹോളൊക്കെ ഇട്ടിട്ട് നമുക്കത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ തയ്യാറാക്കിയ മാവിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉഴുന്ന് വട റെഡിയാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദ്യത്തെ 2 വടകൾ റെഡിയായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ റൈസ് വട റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ അളവിൽ മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ. 1 കപ്പ് ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പൊക്കെ ചോറെടുക്കാം. നമുക്കൊരു വട പൊട്ടിച്ച് നോക്കാം. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇതൊരല്പം പോലും ഓയിൽ വലിച്ചെടുക്കില്ല എന്ന് ഞാൻ പറയില്ല. ഓയിലൊക്കെ വലിച്ചെടുക്കും, പക്ഷേ ഓവറായിട്ടൊന്നുമില്ല. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പം ഓപ്ഷൻസിൽ ഓൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേപോലെയുള്ള ടേസ്റ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്